എന്താണ് തിരുത്ത് പ്രേക്ഷകർക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് തിരുത്ത്? പ്രേക്ഷകർക്ക് നൽകാൻ നല്ല മനോഹരമായ ഒരു മെസ്സേജ് സിനിമയ്ക്കകത്തുണ്ട്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് കാര്യമില്ലല്ലോ. അപ്പം അത് കണ്ട് തന്നെ തീരുമാനിക്കും. നോക്കുന്ന എല്ലാ പോസ്റ്റിലാണ് മാർഷ്യൽ ആർട്സിന്റെ ഇത്, കരാട്ടെ മാർഷ്യൽ ആർട്സിന്റെ ഇത് കാണുന്നത്. ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ? മാർഷ്യൽ ആർട്സിന്റെ ഒരു കഥയാണോ? മാർഷ്യൽ ആർട്സിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ സിനിമ. ഈ സംവിധായകൻ കരാട്ടക്കാരനായതുകൊണ്ടാണോ മാർഷ്യൽ ആർട്സിന് അങ്ങനെ ഒരു സംഭവം വന്നത്? ചിലപ്പോൾ ഉണ്ടാകാം. നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടും നമ്മുടെ ആഗ്രഹങ്ങളോടൊക്കെ ചിലപ്പോൾ ഒരു എഴുത്തിൽ സംഭവിക്കാം. 2K കിഡ്സ് കരാട്ടയ്ക്ക് അതുപോലെ തന്നെ മാർഷൽ ആർട്സ് പഠിച്ചു കഴിയുകയാണെങ്കിൽ ലഹരി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുകയും അങ്ങനെയുള്ളൊരു സിനിമയാണോ? അതിന് നിങ്ങൾ പറഞ്ഞ ഒരു ചോദ്യത്തിൽ വളരെ പ്രസക്തമുണ്ട് ഒന്നാമത് ഈ കാലഘട്ടം. കാരണം നമ്മൾ പഴയ കാലത്ത് നമ്മൾ കുറച്ചു കാലം വേർപെട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഗ്രൗണ്ടുകളുണ്ട്, വായനശാല ഇന്ന് ഇല്ലാന്നല്ല, പക്ഷെ വായനശാലകളിലേക്ക് ആൾക്കാർ സ്ഥിരമായിട്ട് കുട്ടികൾ വായനശാലയിൽ പോവുക, പുസ്തകം എടുക്കുക, അങ്ങനെ ഒരു ശീലമുണ്ട്. അതുപോലെ ഈ ആയോധന കലകൾ ഇപ്പോൾ പ്രാധാന്യം കൂടി വരുന്നുണ്ട്. എന്നാലും ഈ സിനിമ എന്തിനു നമ്മൾ ഗ്രൗണ്ടുകളിൽ ഇറങ്ങണം, എന്തിനു നമ്മൾ കുട്ടികൾ വായനശാലയിൽ പോകണം, എന്തിനു ഈ ആയോധന കല പോലുള്ള സംഭവങ്ങൾ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നൽകുന്ന ഒരു സിനിമ. ഇതിൽ ലീഡ് ചെയ്യുന്നത് പെൺകുട്ടിയാണ്. അപ്പോൾ പെൺകുട്ടികൾക്കും ഇതൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഈ സിനിമ മോട്ടിവേഷൻ ആകാൻ സാധ്യതയുണ്ട്. സ്ത്രീകളെല്ലാം ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നു. ഈ മെയിൻ ക്യാരക്ടർ ചെയ്ത നിമിഷയും അതുപോലെ ഇവരെല്ലാം മെയിൻ ക്യാരക്ടർ തന്നെയാണ്. ഒരു സ്ത്രീകൾ നല്ല ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത്.